ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരെയും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള ബോംബലോനി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇതേവരെ എഗ്ഗ്ലെസ് ബോംബലോനി ഞാനെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഇളം ചൂടുവെള്ളം, നമ്മൾ കൈ തൊടുമ്പോൾ നമുക്ക് കൈ പൊള്ളാൻ പാടില്ല, അങ്ങനത്തെ ചൂടുവെള്ളം വേണം എടുക്കാൻ. 2 ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. 1.5 ടീസ്പൂൺ നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് നല്ലത് വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈസ്റ്റ് നന്നായി ആക്റ്റീവായി വരുവാണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ, മുന്നോട്ട് റെസിപ്പി ഫോളോ ചെയ്യാവുള്ളൂ. അഥവാ നിങ്ങളുടെ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവായി വരുന്നില്ലെങ്കിൽ റെസിപ്പി പ്ലീസ് മുന്നോട്ട് ഫോളോ ചെയ്യല്ലേ, അത് ശരിക്കും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ മുന്നോട്ടുള്ള സാധനങ്ങൾ പിന്നെ നമ്മളെല്ലാം ചെയ്യുമ്പോൾ എല്ലാം വേസ്റ്റായി പോകത്തില്ല, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം 250 ഗ്രാം മൈദ ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നമുക്ക് അതിനകത്ത് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. 1 മുട്ട പൊട്ടിച്ച് നമുക്ക് അതിനകത്ത് ഒഴിച്ചെടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ നമുക്ക് മിൽക്ക് എസൻസും 1/4 ടീസ്പൂൺ നമുക്ക് വാനില എസൻസും ആഡ് ചെയ്തെടുക്കാം. എസൻസ് ആഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളമായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞു ഇല്ലെന്ന് അറിയത്തില്ല, ഈ ഈസ്റ്റ് നമുക്ക് കലക്കാനായിട്ട് എടുത്തത്. അപ്പോൾ അതിനകത്ത് നമുക്കത് മുഴുവൻ ഒഴിച്ചെടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യം വരും. ടോട്ടൽ നമുക്ക് 1/3 കപ്പ് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരും. അത്രയും വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് ഒരു സ്റ്റിക്കി ഡോ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ നമുക്കത് കുഴച്ച് നോൺ സ്റ്റിക്കി ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് ഒരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് സമയം പിടിക്കും. അത്രയും നേരം നമുക്ക് അത് കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ. അപ്പോൾ അതേ നമുക്ക് അതിന് നന്നായിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്കി ആയി കഴിയുമ്പം 40 ഗ്രാം ഞാൻ സോഫ്റ്റ് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നോൺ സ്റ്റിക്കി ആവുമെന്ന് വെച്ചാൽ അതുവരെ വേണം കുഴച്ചെടുക്കാം. നന്നായിട്ട് അടിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കണം കേട്ടോ. എത്രയും നല്ല ഇതിൻ്റെ കുഴയില്ല, അതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ബോംബലോനി റെഡി ആവുന്ന കേട്ടോ. എത്ര സോഫ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ കുഴച്ചില്ലെങ്കിൽ നല്ല ഹാർഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സോഫ്റ്റ്നെസ് ആ കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഫില്ലിങ് അകത്ത് നിറയ്ക്കുമ്പോൾ നന്നായിട്ട് നിറയത്തുമില്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, 9:45 കുഴയ്ക്കാൻ തുടങ്ങിയതാണ്. ഒരു 10 മണിയാവുന്ന വരെ ഞങ്ങൾക്കത് നന്നായിട്ട് സ്മൂത്തായിട്ട് കുഴച്ച് വരും. കൈ ഇതേപ്പോൾ കണ്ടോ നോൺ സ്റ്റിക്കി ആയി വരുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തിപ്പോൾ നമുക്ക് നിഴലടിക്കണം കണ്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതായിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബട്ടറൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ മാവകത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി നമ്മൾ മിക്സ് കുഴച്ചില്ലേ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. ഒരു 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടില്ല, നല്ല സ്പഞ്ചി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോംബലോനി റെഡിയാക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീഡിയം സൈസിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനാണെങ്കിൽ അളന്നിട്ടാണ് എങ്ങനെ ഇപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഓർഡറിന് വേണ്ടി ഉണ്ടാക്കുന്ന ബോംബലോനി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അളന്ന്, അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ കിട്ടുമല്ലോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയായിട്ടും നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്യുന്നത്. ഒത്തിരി വലിയ സൈസ് ആക്കാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ അത് ഒന്നും കൂടെ സൈസിൽ ഡബിൾ ആവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ കണ്ടില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സൈസ് ഡബിൾ ആയിട്ടുണ്ട്. ഒരു ചെറിയ ചൂട് ഉള്ള അത്രയും നമുക്ക് എണ്ണ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗ്യാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ന്യൂട്ടെല്ല ഫില്ലിങ്ങും ചോക്ലേറ്റ് ഫില്ലിങ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പിക്ക് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ. അപ്പോൾ കണ്ടില്ല, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബോംബലോനി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.